നമുക്ക് ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി 118-ാം സങ്കീർത്തനം ധ്യാനിക്കാം. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 118-ാം സങ്കീർത്തനം. നമ്മളുടെ പ്രയാസങ്ങളുടെ വേളയിൽ ഒക്കെ നമ്മുടെ ആത്മാവിന് സന്തോഷം നൽകുന്ന, നമ്മളെ ഉറച്ചു നിർത്തുന്ന, ധൈര്യം നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 118-ാം സങ്കീർത്തനം. അതിലൊരു വാക്യം, 5-ാമത്തെ വാക്യം പ്രകാരമാണ് പറയുന്നത്: ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ആമേൻ. ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു യഹോവ, ദൈവം നമുക്കുണ്ട്. ആമേൻ. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല പ്രിയ ദൈവമക്കളെ. നമ്മളെ ദൈവമക്കളാകാൻ വിളിച്ചു. അപ്പ, പിതാവെ എന്ന് വിളിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകി. നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ കഷ്ടതകളെ ഒക്കെ നമ്മൾ പറയുന്നതിന് മുന്നേ അറിയുന്ന കർത്താവ് നമുക്കുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ച ക്രിസ്തു. ഹല്ലേലൂയ. ഞെരുക്കം വരുമ്പം യഹോവയെ വിളിച്ചപേക്ഷിക്കുക, ഉത്തരമരുളും അവൻ വിശാല സ്ഥലത്താക്കും. ദൈവഹിതപ്രകാരമുള്ള ഒരു ഉത്തരം ദൈവം നമുക്ക് നൽകും. അവൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല. ഉത്തരമരുളുക മാത്രമല്ല, യഹോവ നമ്മളെ വിശാല സ്ഥലത്താക്കുക. ഹല്ലേലൂയ. എത്ര ഉറപ്പ്, എത്ര പ്രത്യാശയാണ് നമുക്കിത് നൽകുന്നത്. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മാനുഷിക മനസ്സ് പറയും: ഇനി എങ്ങനെയാ, ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ നാളെ എന്താകും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഉറപ്പാ, മനുഷ്യരെക്കാളും പ്രഭുക്കന്മാരെക്കാളും ഒക്കെ അവരിലൊന്നുമല്ല ആശ്രയിക്കേണ്ടത്. പിന്നീടോ യഹോവയിൽ, കർത്താവിൽ, നമ്മുടെ ദൈവത്തിൽ, സകലത്തിനെയും സൃഷ്ടിച്ച ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇവിടെ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുക. പ്രയാസപ്പെടേണ്ട, ആശ്രയിക്കണം. വിശ്വാസം എന്നതൊരു പരിചയ. ദൈവത്തിൻ്റെ സർവായുധ വർഗം ഒരു ആയുധമാണ് വിശ്വാസം. വിശ്വസിക്കണം. എല്ലാ സാഹചര്യങ്ങളും എതിരാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഒരു യഹോവയുണ്ട്. നമ്മുടെ കഷ്ടങ്ങൾ കൂടി പത്രോസ് പറയുന്നത് പോലെ, പത്രോസിനോട് ദൈവം പറഞ്ഞു: എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ കൃപ തികഞ്ഞു വരും. ബലഹീനനായിരുന്നാലും ഞാൻ ശക്തനാകുന്നു എന്ന് പൗലോസ് ഉറച്ചു പറയുന്നു. നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ അതിലൂടെയൊക്കെ കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടാനുള്ളതാണെന്നുള്ള ആ സത്യം പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും കാറ്റും കടലും വന്നപ്പോഴും കാറ്റും കടൽ കൊണ്ട് അവർ നശിച്ചു പോയില്ല. കാരണം ബോട്ടിൽ കർത്താവ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവുണ്ട്. വഴിയെല്ലാം അടഞ്ഞു പോയെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ദൈവം, നമ്മളെല്ലാം കഴിയാറായി എന്നുള്ളൊരു സമയത്താണ് ദൈവം പ്രവർത്തിക്കുക. കണ്ടില്ലേ 13-ാം വാക്യം: ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. നമ്മൾ ചിന്തിക്കും, എല്ലാം കഴിഞ്ഞു, നമ്മൾ വീഴാനുള്ള സാഹചര്യത്തിലാണ്, വീണ് പോയി എന്ന് ചിന്തിക്കും. പക്ഷേ യഹോവ, ആ വിശ്വാസം, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു എന്ന് 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്: ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. കഷ്ടങ്ങൾ വന്നാലും ഞെരുക്കങ്ങൾ വന്നാലും നമുക്ക് ഉറച്ചു പറയാനൊരു കാര്യമുണ്ട്: ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുക മാത്രമല്ല, എന്നെ വിശാല സ്ഥലത്താക്കും. മനുഷ്യബുദ്ധിയെ കവിയുന്ന സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഒരു യഹോവയുണ്ട്. ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരങ്ങളാണ് ജയത്തിൻ്റെ ഘോഷം. ആരാണ് നീതിമാൻ? ഒരുത്തം പോലും നീതിമാനില്ല എന്ന് പറഞ്ഞപ്പോഴും കർത്താവ്, ദൈവം തൻ്റെ പുത്രൻ അരുമനാഥനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി ചൊരിയിച്ചു. ആ വിശ്വാസത്താൽ, ആ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ക്രിസ്തുവിൽ വസിച്ച് നമ്മുടെ പ്രയോറിറ്റി, ആദ്യം നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനം കർത്താവിന് മുൻഗണന നൽകി പ്രാർത്ഥനയിലും വചനം നമ്മുടെ ഹൃദയങ്ങളിലും ഐശ്വര്യമായി വസിക്കുമ്പോൾ ഓരോ ദിവസം മനം പുതുക്കപ്പെടുവാനിടയാകും. അങ്ങനെ കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വന്നാലും സന്തോഷം വന്നാലും ഒരിക്കലും നമ്മൾ തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. കർത്താവ് എന്ന വിശ്വാസം എന്ന പരിച ഉറച്ചു പിടിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേ. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് സന്തോഷിക്കുക. ഇന്നത്തെ കാര്യങ്ങൾ, ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന് യഹോവയ്ക്കറിയാം. വിശ്വാസത്തോടെ തന്നെ ആയിരിക്കുക. കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും ദൈവം എന്നെ അറിയുന്നു. അവൻ ഇതെല്ലാം അറിയാതെ ഒന്നും ഉണ്ടാകില്ല. അവനിൽ തന്നെ ആശ്രയിക്കുക. ദൈവം എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ